ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവം തേങ്ങാച്ചോറും ബീഫ് കറിയാണ് കേട്ടോ. പഴമക്കാരുടെ പുതുമയാർന്ന ഒരു വിഭവമായിരുന്നു കേട്ടോ തേങ്ങാച്ചോറും ബീഫ് കറിയും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ ഉള്ളി കട്ട് ചെയ്തത്, 2 തക്കാളി, 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കറിയാക്കിയിട്ട് എടുക്കാനുള്ളത് കൊണ്ടാണ് വലിയ ഉള്ളിയും തക്കാളിയൊക്കെ കൂടുതലെടുത്തത് കേട്ടോ. നമ്മൾ വരട്ടാനൊക്കെ ആണെങ്കിൽ വെറും ചെറിയ ഉള്ളി മാത്രം എടുത്താൽ മതിയാവും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 4 ഏലക്കായ ചതച്ചതും അതുപോലെ തന്നെ ഒരു 4 പട്ടയുടെ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഏലക്കായും പട്ട ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട് കറിക്ക്. ഏലക്കായും പട്ടയും ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഒരു ഗരം മസാല ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പട്ടേൻ്റെ ഏലക്കായൻ്റെ സ്മെല്ലിന് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് ഉലുവയും 1 ടീസ്പൂണ് വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1.25 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഒരുപാട് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ, എരിവ് നല്ലോണം കൂടിപ്പോകും. പിന്നെ മുളക് പൊടി തീരെ ഇട്ടില്ലെങ്കിൽ കറിക്ക് ഒരു കളർ കിട്ടൂല കേട്ടോ. മല്ലിപ്പൊടിയുടെ ഒക്കെ കുരുമുളകിൻ്റെ ഒക്കെ കളറായിട്ട് ഒരു കറുത്ത കളറായി മാറും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ചുവപ്പ് കളറിൽ കിട്ടും വേണം. അപ്പോൾ ഞാൻ കുരുമുളക് കുറച്ച് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൈ വെച്ചിട്ടൊന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാച്ചോറിൽക്കും നെയ്ച്ചോറിൽക്കൊക്കെ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്യാവശ്യത്തിന് കറി വേണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നല്ലോണം മിക്സാക്കി എടുക്കാൻ. ഈ ബീഫൊന്ന് മൂടി വരുന്നത് വരെയാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ബീഫിൽ നിന്നൊക്കെ നല്ലോണം നെയ്യൊക്കെ ഞാൻ ഒഴിവാക്കിയതുകൊണ്ട് ബീഫ് ചൂടായി വരുമ്പോഴേക്കന്നെ ബീഫിൽ നിന്നുള്ള വെള്ളം പൊങ്ങി വരലുണ്ടാവില്ല. നെയ്യൊക്കെ നല്ലോണം ഉള്ള ബീഫ് നട്ടാൽ അതുപോലെ നല്ലോണം വെള്ളം പൊങ്ങി വരിക. അപ്പോൾ നെയ്യൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുക്കറൊക്കെ മൂടി വെച്ചിട്ട് സ്റ്റോവിൽ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ബീഫ് മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മൺചട്ടിയിൽ വേവിച്ചെടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ബീഫ്. പിന്നെ ഒരു മൺകലം എടുത്തിട്ടുണ്ട്, അതിലേക്ക് അരി കഴുകിയിട്ടിട്ട് കൊടുക്കുകയാണ് തേങ്ങാച്ചോറിനുള്ള. ഇതുപോലെ മൺകലത്തിൽ തേങ്ങാച്ചോറൊക്കെ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അലുമിനിക്കലത്തിലും സ്റ്റീലിൻ്റെ കലത്തിലൊക്കെ ചോറുണ്ടാക്കിയെടുക്കണേക്കാട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ മൺകലത്തിൽ ചോറുണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഞാനൊരു 3 നാഴി മട്ടേരിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മട്ടേരിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഴുകിയ വെള്ളം കുറച്ചതിലുണ്ടായിരുന്നു. അപ്പോൾ അത് പെടാണ്ട് അതിൽ നിന്ന് അരി അങ്ങനെ ഊറ്റിയിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു പാകത്തെ വലുപ്പത്തിന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാച്ചോറാവുമ്പോൾ പിന്നെ ഉലുവയും തേങ്ങയൊക്കെ നിർബന്ധമാണല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവയിൽ കച്ചറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴുകണമൊന്നുമില്ല, നല്ല വൃത്തിയുള്ള ഉലുവ തന്നെ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഫുൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വലിയ തേങ്ങ നോക്കിയിട്ട് തന്നെ കേട്ടോ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ നല്ലോണം വേണം കേട്ടോ തേങ്ങാച്ചോറിൽക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ചോറിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിയിലൊക്കെ ഉപ്പുണ്ടാവും, അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഉപ്പ് ഏറിപ്പോവേണ്ട നോക്കണം. ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഈ അരി ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നല്ലോണം തിരുമ്മിയെടുക്കണം. തേങ്ങയും ഉലുവയും ഉള്ളിയൊക്കെ കൂടെ ഒന്ന് നല്ലോണം തിരുമ്മിയെടുക്കണം. തേങ്ങയുടെ ആ പാലൊക്കെ ഒന്ന് ഇളകി വരുന്ന രൂപത്തിലൊന്ന് തിരുമ്മിയെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലോണം ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് തന്നെ. നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി വെള്ളം ഒഴിക്കുന്നതാണ് കറക്റ്റ് അളവായിട്ട് കിട്ടേണ്ടത്. വെള്ളം കൂടി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ഇനിയിപ്പോൾ കുറഞ്ഞു പോയാലും നമുക്ക് അത്യാവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. പക്ഷെ കൂടി പോയാൽ പായസം പോലെ ആയി പോകും കേട്ടോ, ഒട്ടിങ്ങാണ്ടിരിക്കും ചോറ്.
തേങ്ങാച്ചോറ് വേവേറിപ്പോയാൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സുഖം കിട്ടൂല കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവായി കിട്ടണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കണക്കുണ്ട്. തേങ്ങാച്ചോറിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ ഒരു മുക്കാൽ ഭാഗം, കൈപ്പത്തിയുടെ ഒരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് അരിയുടെ മുകളിൽ നമ്മളെ വിരൽ തട്ടിയിട്ട് അങ്ങനെ ഇട്ട് നോക്കാണ്ട് നമ്മൾ അരിയുടെ അടിയിലോട്ട് കൈ കൊണ്ടുവരുത്. അരി ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് അരിനിങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ കൈ വെക്കൂലേ, അങ്ങനെ തൊട്ട് കൈ വെച്ചിട്ട് എന്നിട്ട് നമ്മളെ കൈയിൻ്റെ ഒരു മുക്കാൽ ഭാഗം നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ കറക്റ്റ് വെള്ളമായിട്ട് ഉണ്ടാവും കേട്ടോ. ചോറിങ്ങനെ വെന്ത് വരുമ്പോഴേക്ക് കറക്റ്റായിട്ട് ഉണ്ടാവും. വെള്ളം വറ്റുമ്പോഴേക്ക് കറക്റ്റ് വേവായിട്ട് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുമിച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഇടങ്ങാറാവൂലേ. നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഞെരടിയതുകൊണ്ടാണ് കേട്ടോ ആ തേങ്ങയുടെ പാലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കണ്ട വെള്ള കളറായിട്ട് വന്നിട്ടുള്ളത്. തേങ്ങയുടെ പാല് ഇളകിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തേങ്ങയുടെ പാലൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റാണ് ചോറിന്. അപ്പോൾ അങ്ങനെ നല്ലോണം തിരുമ്മിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വിറകടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് വിറകടുപ്പിൽ വേവിക്കുമ്പോഴും കേട്ടോ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് 2-3 തളയൊക്കെ നല്ലോണം കത്തിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ പാകത്ത് തീന് കത്തിക്കൊണ്ടിരിക്കണം. ഓവർ കത്തലായി പോയിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും കേട്ടോ. ചോറ് വേവില്ല, വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിയിട്ട് അടി പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കത്തിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങാച്ചോറ് വേവും ചെയ്തില്ല, വെള്ളം വറ്റും ചെയ്താൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് എനിക്ക് സെൻറ്ററിലുള്ള ഈ ചെറിയൊരു കലത്തിൽ വെള്ളം ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ ഇല്ലാത്തവർക്ക് നമ്മൾ ഈ തേങ്ങാച്ചോറ് വെച്ച് കൊടുത്ത കല ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ആ തട്ടൊഴിവാക്കിയതിന് ശേഷം ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ വെള്ളം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറ്റി പോകുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ചൂടായിട്ടുണ്ടാവുമല്ലോ, അതങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ തേങ്ങാച്ചോറ് ഏകദേശം വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കുറേ വറ്റി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളം വറ്റി വരാനുണ്ട്. അതിനുള്ള വേവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ. ഉലുവയുടെ ഉള്ളിയുടെ ഒക്കെ മണം അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അങ്ങനെ തേങ്ങാച്ചോറും റെഡി ആക്കിയിട്ടുണ്ട്. അത് ഞാൻ വിറകടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പപ്പടം പൊരിക്കാനുണ്ട്, ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. തേങ്ങ ചമ്മന്തി തന്നെ ഉണ്ടാക്കിയെടുക്കുക, അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പം ഞാൻ ആദ്യം പപ്പടം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. തേങ്ങാച്ചോറാകുമ്പോൾ പിന്നെ പപ്പടം നിർബന്ധമാണല്ലോ. പപ്പടം കൂടെ കൂടിച്ചേരുമ്പോഴാണ് കേട്ടോ ആ തേങ്ങാച്ചോറിൻ്റെ യഥാർത്ഥ ഒരു ലുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് പൊരിച്ചെടുക്കുന്നുണ്ട്. പപ്പടം ഫുള്ളായിട്ട് പൊള്ളയായി വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻട്രലായിട്ട് ഓട്ടയാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പപ്പടം കൊള്ളി കൊണ്ടൊരു കുത്തിയിട്ടുണ്ട്, എന്നിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ മുഴുവനായിട്ട് പൊള്ളയായിട്ട് വരില്ല, സൈഡിലൊക്കെ ചെറിയ ചെറിയ പൊള്ളയാനായിട്ട് വരുള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് പൊള്ളയാവാത്ത പപ്പടമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അങ്ങനെ ഞാനിതാ പപ്പടം പൊരിച്ച ഓയിലൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ വേറൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പപ്പടം പൊരിച്ചത് സൺഫ്ലവർ ഓയിലിലാണ്. അപ്പോൾ കറിയൊക്കെ തൂമിക്കാൻ വെളിച്ചെണ്ണ ഇട്ട് എടുക്കാറ്. അപ്പോൾ കറി വെളിച്ചെണ്ണയിൽ തൂമിക്കുമ്പോഴാണല്ലോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ബീഫ് കറിയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഒരു ബ്രൗൺ കളറായി വരൂലേ, ആ ടൈമിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായി ചൂടായതിനു ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഉള്ളി വാട്ടിയിട്ടൊന്നല്ല ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്, ഒരുമിച്ച് എല്ലാം കുഴച്ച് വെച്ച് കൊടുത്തതായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ആണ് ഉള്ളി തൂമിച്ച് പാർന്ന് കൊടുക്കുന്നത്. നമ്മളെ ബീഫ് കറിക്ക് ഇപ്പോൾ നല്ലൊരു കളറൊക്കെ ഉണ്ട് കേട്ടോ, ഒരു അത്യാവശ്യം ചുവപ്പ് കളറൊക്കെ ഉണ്ട്. നമ്മൾ കറിക്ക് നല്ല കുറുക്കം വേണമെന്ന് കരുതിയിട്ട് മല്ലിപ്പൊടി കൂടുതലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കറുത്ത കളറായിട്ട് വരും കേട്ടോ, ഒരു ഡാർക്ക് കളറേക്കാരം കറിക്ക് ഉണ്ടാവുക. ഒരു റെഡ് കളർ കിട്ടൂല കേട്ടോ കറിക്ക്. അപ്പോൾ അതിപ്പോൾ അത്യാവശ്യം നല്ല ചുവപ്പ് കളറൊക്കെ ഉണ്ട്. ഈ കറി ഇപ്പോൾ ഒരു പാകത്ത് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാകത്ത് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 വലിയ 2 തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഈ ഒരു കടുക് പൊട്ടിക്കണത് ചമ്മന്തിക്കാണ് കേട്ടോ, തേങ്ങാ ചമ്മന്തി. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി ഉണ്ടല്ലോ, ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള തേങ്ങാ ചമ്മന്തി, അതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാനിതിന് മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ചാനലിൽ പോയിട്ട് നോക്കിയാൽ കാണാവുന്നത് കേട്ടോ. കല്യാണ വീടുകളിലെ തേങ്ങാ ചമ്മന്തി എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോയി നോക്കുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ.
ഇത് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ സുർക്ക ഒഴിച്ചിട്ടൊന്ന് തിരുമ്പി കൊടുത്തതിന് ശേഷം തേങ്ങ ചമ്മന്തി ആയിരിക്കും. പച്ചമുളകും ഉപ്പിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ആ ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ കടുകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അതും വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ പൊട്ടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ആ ചമ്മന്തിയും പപ്പടമൊക്കെ ആയതിനു ശേഷം എല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ തേങ്ങാച്ചോറ് മൺകലത്തിൽ നിന്ന് കാസറോൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. ടേബിളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ കുറേ ടൈം ടേബിളിൽ ഇരിക്കുമ്പോൾ ചൂടാറി പോകുമല്ലോ നമ്മൾ തളികയിലൊക്കെ വിളമ്പിയിട്ടുണ്ടെങ്കിൽ. ഇതുപോലെ കാസറോളാകുമ്പോൾ ചൂടാറില്ലല്ലോ പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാസറോളിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. കാസറോളിലേക്ക് കലത്തിലുള്ള ഫുള്ള് ചോറൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇപ്പോൾ വിളമ്പാൻ ആവശ്യത്തിനുള്ള ചോറ് മാത്രമാണ് കാസറോളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണമൊന്നുമില്ല. ഇങ്ങനെ വിളമ്പുന്ന ടൈമിൽ ചെറിയൊരു ഒട്ടൽ തോന്നുമെങ്കിലും നമ്മൾ വിളമ്പി കഴിഞ്ഞാൽ ചൂടാറുമ്പോഴേക്ക് നല്ല കറക്റ്റ് ബലത്തിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ കാസറോളിലേക്ക് ചോറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ടേബിളിൽ കൊണ്ടുപോയേക്കണം. അതിന് മുന്നേ ബീഫ് കറിയും കൂടെ വിളമ്പിയെടുക്കാനാണ് കേട്ടോ. വീട്ടിലുള്ള നമുക്ക് തന്നെയുള്ള ചോറും കറിയൊക്കെ വിളമ്പണമെന്ന് കരുതിയിട്ട് ഞാൻ വേറെ പാത്രങ്ങളൊന്നും എടുക്കാൻ പോയിട്ടില്ല കേട്ടോ. വിരുന്നുകാരൊന്നും ഇല്ലല്ലോ, നമുക്ക് എന്നും വിളമ്പണ പാത്രം തന്നെ മതിയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സ്റ്റീലിൻ്റെ ഡവറൊക്കെ തന്നെ കേട്ടോ കറിയൊക്കെ വിളമ്പിയെടുക്കണത്. വീഡിയോ എടുക്കണുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഫൈബറിൻ്റെ പാത്രങ്ങളോ പൊട്ടുന്ന പാത്രങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഡെയിലി വിളമ്പണ ആ പാത്രങ്ങളിൽ തന്നെ കേട്ടോ ചോറും കറിയൊക്കെ വിളമ്പി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് ഒന്നിനും നിന്നിട്ടില്ല. ഞാൻ തേങ്ങാച്ചോറും ബീഫ് കറി ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇപ്പം ഞാനിതിൽ വേറൊരു പുതുമയും കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കണ ആ ഒരു രീതിയിൽ അങ്ങനെ കാണിക്കാമെന്ന് മാത്രം. അങ്ങനത്തെ കറിയൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ തേങ്ങാച്ചോറും ബീഫ് കറി ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ഇക്കാക്കൊക്കെ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ ചോറൊക്കെ വിളമ്പി എടുക്കുന്നത്. വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെ ജുമാ കഴിഞ്ഞ് വന്ന പാടനെ ചോറ് കാണുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ നിൽക്കുന്നുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പാടനെ നമ്മൾ ചോറ് കാണുമ്പോൾ കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച എല്ലാവരുടെ വീട്ടിലും നെയ്ച്ചോറോ ബിരിയാണിയോ തേങ്ങാച്ചോറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. ഒരു പെരുന്നാൾ പോലെ തന്നെയാണ് കേട്ടോ വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നത്തെ എൻ്റെ വെള്ളിയാഴ്ച സ്പെഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒരു ലൈക്കോ ഹാർട്ടോ എന്തെങ്കിലും കമൻ്റ് ആക്കിയിട്ട് വിടണേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടിങ് കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.